SSCയുടെ MTS എക്സാം ഇനി വരാൻ പോകുന്ന എക്സാമുകൾ ആദ്യം ഏറ്റവും അടുത്ത് നടക്കാൻ പോകുന്ന ഒരു പരീക്ഷയാണ്. സെൻട്രൽ ഗവൺമെന്റിൽ ഏറ്റവും സ്പീഡായിട്ട് നടക്കുന്ന എക്സാംസ് വേണമെങ്കിൽ പറയാം. കാരണം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ജോലി കിട്ടുക എന്നുള്ളത് ഒരു 10ാം ക്ലാസ്സാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ. നമ്മൾ തന്നെ പണ്ട് 10ാം ക്ലാസ്സും ഗുസ്തിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹവിൽദാറ പോസ്റ്റും കൂടി ഉണ്ട്. സോ SSC MTSന്റെ എക്സാം എങ്ങനെ ക്ലിയർ ചെയ്യാം, ഓൾറെഡി നമ്മളെ തന്നെ ഒരു ഓഫ്ലൈൻ സ്റ്റുഡൻറ്റ് പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ട്, അത് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടുനോക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. കഴിഞ്ഞ വർഷം 2023 ഫസ്റ്റ് ഷിഫ്റ്റിൽ നമ്മളൊരു എക്സാമിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓൾറെഡി ഇതിൽ ചില ചോദ്യങ്ങൾ നമ്മൾ ടെലിഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാമിൽ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എജു ഓൺ RRB എന്ന് സെർച്ച് ചെയ്യാം. ടെലിഗ്രാമിൽ നിങ്ങൾക്ക് എന്താണ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും EDU ഓൺ RRB നമ്മളെ പേരിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കില്ല RRB ക്ലാസ്സുകൾ മാത്രമാണോ? അല്ല, RRB SSC ക്ലാസ്സുകളുണ്ട്. പക്ഷെ നമ്മൾ തുടക്കത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ വർഷം വരാൻ പോകുന്ന RRBയുടെ എക്സാംസ് ആയതുകൊണ്ട് എജു ഓൺ RRB എന്നുള്ള ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത ക്വസ്റ്റ്യൻസും മെറ്റീരിയൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മോഡൽ എക്സാം. നമ്മളിപ്പോൾ ഈ അടുത്തൊരു മോഡൽ എക്സാം മെൻ്റൽ എബിലിറ്റിയുടെ മോഡൽ എക്സാം കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ സെർച്ച് ചെയ്യുക എജു ഓൺ RRB. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഈ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ടെലിഗ്രാം ചാനൽ. 13 ഡിവൈഡ് ബൈ 13 ഓഫ് 13 + 13 ഡിവൈഡഡ് ബൈ 13 ഡിവൈഡ് അല്ലേ, ഒരു കൺഫ്യൂഷനുള്ള കാര്യമാണ്. ബോർഡ് മാസ് എന്ന് പറയാൻ എല്ലാം ഉണ്ട്. ബോർഡ് മാസിൽ എന്തൊക്കെ ഉണ്ട്? ബ്രാക്കറ്റ് ഉണ്ട്, ഓഫ് ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, പ്ലസ് മൈനസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ശരിക്കും ബോർഡ് മാസിൻ്റെ ആ റൂൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയാത്ത ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി ഒന്നുകൂടി ഞാൻ പറയുകയാണ്. സംഭവം ഇവിടെ നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ചെയ്യുക. ഓഫ് ഉണ്ടല്ലോ, നോക്കി ഇവിടെ ഉണ്ട് ഓഫ്. ഓഫാണ് ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ ബ്രാക്കറ്റ് ഉള്ളിലാണ് സംഭവം, മനസ്സിലായി നോക്കി. ഓഫ് ചെയ്യണം. ഓഫ് കഴിഞ്ഞിട്ട് ശരിക്കും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും കൂടി ഉണ്ടെങ്കിൽ ആദ്യം ഹരിക്കണം ചെയ്യുക, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഡിവിഷനാണ് കൂടുതൽ പ്രയോറിറ്റി. ഏറ്റവും ടോപ്പിൽ ബ്രാക്കറ്റിനാണ് ഓഫ് നമുക്കുണ്ട്. സോ ഈ പ്രയോറിറ്റി പോലെ തന്നെ ചെയ്യുക. ഓഫ് ഇല്ലെങ്കിൽ ഡിവിഷൻ ചെയ്യുക, ഡിവിഷൻ ഇല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ബോർഡ് മാസ് ഒന്ന് എഴുതി വെച്ചോളൂ എല്ലാവരും. BODMAS. പലരും അഡീഷനും സബ്ട്രാക്ഷനും തമ്മിൽ പ്രയോറിറ്റി നോക്കും, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇത്ര വരെ പഠിച്ചാൽ മതി നിങ്ങൾ. ഇതിൽ ഇതാണ് ശരിക്കും പ്രയോറിറ്റി. കൂട്ടിയിട്ട് കുറയ്ക്കാൻ കുറച്ചിട്ട് കൂട്ടാം, അത് നിങ്ങൾക്ക് നോക്കിയാൽ മതി. 12 - 10 അല്ലേ പ്ലസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പ്ലസ് മൈനസ് ഇതിൻ്റെ റൂളിൻ്റെ ആവശ്യമില്ല. സോ നമുക്ക് ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് ഇത് നമുക്ക് ചെയ്ത് നോക്കാവുന്ന കാര്യമാണിത്. സോ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങൾ ഓൾറെഡി. 13 ഡിവൈഡ് ബൈ 13 ഓഫ് 13. ഇതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഓഫാണ്. ഈ ഓഫ് ചെയ്തു. ശരിക്കും ഓഫ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ 2 രീതി ചെയ്യാൻ, ഗുണിച്ചിട്ട് എഴുതാം. ഇപ്പം എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 13 ഇതിൽ ഈ മോളുള്ള പോർഷൻ മാത്രം ചെയ്യണം. ഡിവൈഡഡ് ബൈ ഇവിടെ വേറെ ഒന്നുണ്ട്. ഞാൻ ഇതിലെന്ത് ചെയ്തു വെച്ചാൽ 13 ബൈ 169 അല്ലേ, നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ 13 ബൈ 169 ഉള്ളത്. സോ നമുക്കിവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യട്ടെ. ഈ 13 ബൈ ഇവിടെ 13 ഓഫ് 13 അല്ലേ. ഈ 13 ഓഫ് 13 വെച്ചാൽ 13 × 13 ശരിക്കും ഇൻറ്റു എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ 13 ഡിവൈഡഡ് ബൈ 169 അതല്ലേ ഫസ്റ്റ് സ്റ്റെപ്പ് ഉള്ളത്. 13 ഡിവൈഡ് ബൈ 169 പ്ലസ് 13 ഇതാണുള്ളത്. പ്ലസ് 13 ഇത് ശരിക്കും എന്താ വരിക നിങ്ങൾ ആലോചിച്ച് നോക്കി. 1/13 അല്ലേ. ഇവിടെ 13ഉം ഇത് കട്ട് ചെയ്ത 13 129, 13ന്റെ സ്ക്വയർ 129. അപ്പോൾ 1/13 + 13. അപ്പോൾ അതൊന്നും നമുക്ക് ചെയ്യാം. 1/13 + 13. അപ്പോൾ നിങ്ങൾ നോക്കി വയ്ക്കുക. ഇവിടെ 1/13 + 13 ഇതാണ് മുകളിലുള്ള പോർഷൻ. മുകളിൽ വെച്ചാൽ ഇത്രയും പോർഷൻ നമുക്ക് പറയാം. ഓക്കെ, 1/13 + 13 നമുക്ക് എത്ര വരും ഇവിടെ? നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ പല രീതിയിൽ ചെയ്ത് നോക്കാം. അത് പല ആളുകളും പറയുന്നുണ്ട്. എന്നാലും നമുക്കിവിടെ 169 170/13 ഉള്ളത്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 1 13 169. സോ 170/13 കിട്ടി. എവിടെയാണ് മുകളിലെ പോർഷൻ? നമുക്കൊരു ഭിന്നസംഖ്യ രൂപത്തിൽ താഴെയും മുകളിൽ എഴുതുകയാണെങ്കിൽ മുകളിലെ പോർഷൻ അത് കിട്ടി നമുക്ക്. ഇനി ഇതിന് താഴെയുള്ളത് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അതിനാണ് ഇത് സോൾവ് ചെയ്യേണ്ട കാര്യം. ഇപ്പം ഈ മുകളിലുള്ള പോർഷൻ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 1/13 + 13. 1/13 + 13 എത്ര ഇവിടെ കിട്ടിയത്? 170/13. ഈ 170/13 നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു താഴത്തെ ഭാഗത്ത് എന്ത് വരും? താഴെ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ 13/13 നോക്കി ഇതാണ് വരിക. എന്ത് വരും എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഇവിടെ 13/13 തന്നെയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. 1 × 13 നോക്കി ഇവിടെ 1 അല്ലേ വരിക. 1 × 13 + 13 അല്ലേ, നല്ല എളുപ്പമല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്താ വരിക? 1 × 13 എന്ന് വെച്ചാൽ 1 13 13 1 13 13 26 വരിക. ഓക്കെ, 1 × 13 + 13 13 13 26. അപ്പോൾ ശരിക്കും ഇവിടെ നോക്കി 170/13/26 വരിക. ഈ 26 വെച്ചിട്ട് നമുക്കിത് എങ്ങനെ ചെയ്യാം? പലരും വിചാരിക്കും ശരിക്കും ഇത് കൺഫ്യൂഷനൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. സോ നമുക്കിത് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 170/13
13x26 ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ശരിക്കും ഇതിൻ്റെ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ എന്ത് വെച്ചു, 26ന്റെ പകുതി എടുത്തു 13, 170ന്റെ പകുതി എടുത്തു 85. 85 ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിട്ടില്ല, എന്നാലും ആൻസർ കിട്ടുന്നത് 85/169 ആയിരിക്കും ആൻസർ വരിക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ക്വസ്റ്റിൻ്റെ പ്രത്യേകിച്ച് പെർസെൻറ്റേജ് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള ചോദ്യം നിങ്ങളെ പലപ്പോഴും ഉണ്ടാവും. ഞാൻ കാണുമ്പോൾ തന്നെ പെർസെൻറ്റേജ് ഒഴിവാക്കുമായിരുന്നു. അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് എത്ര പേർക്ക് അറിയാം? അറിയുന്ന ആളുകൾ പറയാം. എത്ര ശതമാനം വർധനവ് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ പറയാം? 120 എത്ര ശതമാനം കൂടുമ്പോഴാണ് 160 ആവുക? ഇതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. സോ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഫ്രം 120 to 160. 120 എത്ര ശതമാനം കൂടുതലാണ് 160? ഇതല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഹൗ മച്ച് പെർസെൻറ്റേജ് മോർ ദാൻ 120 is 160 എന്ന് ചോദിക്കും. ഈ ക്വസ്റ്റിന് ലാസ്റ്റ് നോക്കി രണ്ടാമത്തെ സംഖ്യയേക്കാൾ എത്ര ശതമാനം കൂടുതലാണ് പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഇൻക്രീസ് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ. എത്ര കൂടുതലാണ് 120? എത്ര കൂടുതലാണ് 160? 40 കൂടുതലാണ്. 40 കൂടുതലാണ് എന്തിൽ നിന്ന് കൂടുതലാണ്? ഇൻറ്റു 100. ഇത്രയേ ഉള്ളൂ. 100/3 ആൻസർ വരിക. അതായത് ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ വർധനവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം മനസ്സിലാലോചിച്ചോ എത്ര കൂടി, എന്തിൽ നിന്ന് കൂടി. ബൈ ആണോ, ബൈ എന്തിൽ നിന്ന് കൂടി ഇൻറ്റു 100. അപ്പോൾ എത്ര കൂടി, എന്തിൽ നിന്ന് കൂടി ഇൻറ്റു 100 എന്ന് ചെയ്താൽ ആൻസറായി. ആ കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ ഇതിൻ്റെ ആൻസർ കിട്ടും. ഇവിടെ ചോദിച്ചിട്ടുള്ളത് രണ്ട് സംഖ്യകളുടെ അംശം വന്നിട്ടുണ്ട്. 7:10 വന്നിട്ടുള്ളത്. 7:10 ആണുള്ളത്. ആദ്യ സംഖ്യ മൂന്നാമത്തെ സംഖ്യയുടെ 20% കുറവാണ്. നോക്കി ആദ്യത്തെ സംഖ്യ മൂന്നാം സംഖ്യയേക്കാൾ 20% കുറവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. അപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 7, 10 അതിന് മുന്നേ ഒരു സംഖ്യയുണ്ട്. അപ്പോൾ നമ്മൾ ഫോണിൽ എപ്പോഴും കണക്ട് ചെയ്യുമ്പോൾ ആലോചിക്കുക വെച്ചാൽ ഫോണിൽ 100% 100% ഫോണിലുണ്ട്. 20% കുറയുമ്പോൾ നമ്മൾ എന്താ അവിടെ മനസ്സിലാക്കുക? 80% ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ 80% ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരും? അത് 20% കുറവ്. 20% കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഈക്വൽ ടു 80% അതല്ലേ ഫോണിൽ കാണുക. സോ 20% കുറവ് 80%. 10ന്റെ 80% എന്ന് പറഞ്ഞാൽ 8. 10ന്റെ 80% 8 വരിക. 8, 7, 10, 8, 7, 10 ഇങ്ങനെയാണ് അംശം എന്ന് വരിക. അപ്പോൾ ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഇതിൻ്റെ 80% അല്ലേ, 80% അവിടെ കിട്ടി. 20% കുറവാന്ന് പറഞ്ഞുകൊണ്ടാണ് 80% കിട്ടിയത്. 8, 7, 10 കിട്ടി. ഇനി ചോദ്യം ചോദിച്ചു നോക്കി, മൂന്നാമത്തെ സംഖ്യയുടെ അല്ലേ നോക്കി ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യത്തേതിൻ്റെയും മൂന്നാമത്തേതിൻ്റെയും ശരാശരി. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കട്ടോ. ആദ്യത്തേതിൻ്റെയും മൂന്നാമത്തേതിൻ്റെയും ശരാശരി എന്ന് പറയുന്നത്, ആദ്യത്തിൻ്റെയും മൂന്നാമത്തെയും ശരാശരി എത്ര വരിക? 10, 8, 18ന്റെ പകുതി 9. ഈ 9 എന്ന് പറയുന്നത് രണ്ടാമത്തെ സംഖ്യയേക്കാൾ എത്ര കൂടുതലാണ്? 7നേക്കാൾ എത്ര കൂടുതലാണ്? നോക്കി നേരത്തെ നമ്മൾ 120ന്റെ കേസ് വന്നില്ലേ. ഈ ഒരു 120 എത്ര കൂടുതലാണ് 160? അല്ലെങ്കിൽ 7നേക്കാൾ എത്ര? അതായത് നമ്മൾ ക്വസ്റ്റ്യൻ നമ്മൾ ആലോചിക്കണം കേട്ടോ. 7 ആണുള്ളത്. ഇത് ഈ 8ഉം 10ന്റെയും ആവറേജ് എന്ന് പറയുന്നത് 9 ആണ്. നോക്കിയാൽ 10, 8, 18ന്റെ പകുതി ആവറേജ് രണ്ട് സംഖ്യയിലുള്ളൂ. 10, 8 അതിൻ്റെ ആവറേജ് 9 വരിക. 7നേക്കാൾ എത്ര കൂടുതലാണ് 9 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആലോചിച്ച് നോക്കി. 2 നമ്മളെടുത്തു. 7നേക്കാൾ എത്ര കൂടുതൽ? അപ്പോൾ 2/7 × 100. 2/7 × 100 200/100 നമുക്ക് എങ്ങനെ എഴുതി വെക്കാം? 28 4/7 തോന്നുന്നു. അതെ, 28 4/7 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഓപ്ഷൻ കാണിക്കാം. നമുക്ക് അടുത്ത ഇതിൽ ഓപ്ഷൻസ് ഇവിടെ കാണിക്കാം. സോ 28 4/7 എന്ന് പറയുമ്പോൾ 28 × 7 എന്ന് പറയുമ്പോൾ 140, 56, 196, 200/7 ശരി തന്നെയാണ്. ക്വസ്റ്റ്യൻ 28 4/7 തന്നെയാണ്. സോ നമുക്കിവിടെ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് എന്താ ക്വസ്റ്റ്യൻ ഉള്ളത്? ഗീത അവളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു നിശ്ചിത തുക നിക്ഷേപിച്ചു അല്ലെ. ഗീത നിക്ഷേപിച്ചു. ദി ഇൻട്രസ്റ്റ് ബീങ് കോമ്പൗണ്ടഡ് ആനുവലി വാട്ട് ഈസ് ദ എമൗണ്ട് ഡെപ്പോസിറ്റഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ എന്തോ തന്നിട്ടുണ്ടല്ലോ. ഗീത അവളുടെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ മലയാളത്തിലും ഇംഗ്ലീഷിലും കാണിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ എക്സാമിനും നമ്മൾ SSC എക്സാംസിനും ഇംഗ്ലീഷും മലയാളമുള്ള എക്സാംസിനൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസും മോഡൽ എക്സാംസും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ SSCയുടെ MTSൻ്റെ ഒരു കോഴ്സ് നടക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കോഴ്സാണ്. 1200 രൂപ മാത്രമാണ് ഈ കോഴ്സിൻ്റെ ഫീസ് നമ്മളിപ്പോൾ ഈടാക്കുന്നത്. ഞാൻ താഴെ സ്ക്രോൾ പോകുന്ന നമ്പറുണ്ട് 9048. താഴെ ഇങ്ങനെ സ്ക്രോൾ പോകും. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. 9048679679 ചില്ലാണെങ്കിൽ നമുക്ക് കോഴ്സിൻ്റെ വീഡിയോ ക്ലാസ് ഉണ്ട്, മെറ്റീരിയൽ മോഡൽ എക്സാംസ് ഉണ്ട്, ആഴ്ചയിൽ നടത്തുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും തീർച്ചയായിട്ടും. സോ നമുക്കിവിടെ
എടുക്കാം. ഗീത എന്തോ നിക്ഷേപിച്ചു, കുറേ കഴിഞ്ഞപ്പോൾ 27,783 ആയില്ലേ. 27,783 കുറേ കഴിഞ്ഞപ്പോൾ. എന്താണ് അതാണ് എമൗണ്ട് എന്ന് പറയുന്നത്. ശരിക്കും ഇക്വേഷൻ ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ ഇല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പ്രയാസമാണ്. അല്ല ഇവന് ഓപ്ഷൻ നിങ്ങൾ 24,000 26,000 25,000 ഒക്കെ ഇട്ടിട്ട് സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് നോക്കണം. എത്രയാണ്? 9% അല്ലേ, 5% അല്ലേ, പ്രതിവർഷം 5% വെച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ ചിലപ്പോൾ കിട്ടും. ഓപ്ഷൻ പോകണമെങ്കിൽ നല്ലത് 27,700. അപ്പോൾ എ ഇസ് ഈക്വൽ ടു, ക്വസ്റ്റിൻ്റെ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കട്ടോ, എ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 + r/100 ഹോൾ റേസ് ടു n. ഇക്വേഷൻ ഇല്ലാതെ നമുക്ക് ഓപ്ഷനിൽ പോവാം. പക്ഷേ ഞാൻ ഇവിടെ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വെറും ഷോർട്ട് കട്ട്സ് മാത്രം പഠിപ്പിച്ച് തരുന്ന ആൾക്കാരുണ്ടായിരിക്കും, ഭയങ്കര രസമായിരിക്കും നിങ്ങൾക്ക് എക്സാമിന്. അത് വരുമ്പോൾ കിട്ടുമെന്നല്ലാതെ നമുക്ക് ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് കൺവെൻഷണൽ മെത്തേഡ് ആവശ്യമാണ്. 27,783 ഈക്വൽ ടു എന്താണുള്ളത് നമുക്കിവിടെ പി, പ്രിൻസിപ്പിൾ നമുക്കറിയില്ല, പി ഇൻറ്റു 1 + r/100 1 + 5/100 ഹോൾ ക്യൂബ്. 3 വർഷം 3 ഇയർ ടെന്യൂറാണുള്ളത്. അപ്പോൾ നമുക്കിവിടെ 27,750 രൂപ ആയി എമൗണ്ട്. പ്രിൻസിപ്പിൾ നമുക്ക് കണ്ടുപിടിക്കണം, അതാ കണ്ടുപിടിക്കണം കേട്ടോ. നമുക്കിവിടെ 1 + 5/100 ഉള്ളത്. ഈ 5/100 നമുക്ക് എന്ത് മാറ്റാം? ഇവിടെ 5/100 നമുക്ക് എന്ത് മാറ്റാം? 1/20 മാറ്റിക്കൂടെ നമുക്കിവിടെ? നമുക്കിവിടെ 1/20 ആക്കാം കേട്ടോ. 5/100 അല്ലേ ഉള്ളത്, 1/20. ഇവിടെ എന്തായിരിക്കും വരിക? 21/20 അല്ലേ വരിക. ഇതിനെ മാറ്റി വയ്ക്കാം. ഞാൻ എന്ത് ചോദിച്ചാൽ ഇവിടെ 27,783 ഉണ്ട് കേട്ടോ. 27,783 ഇവിടെ ഉണ്ട്. പ്രിൻസിപ്പിൾ നമുക്ക് കാണണം. ഇൻറ്റു 21/20 ഹോൾ ക്യൂബ് ഉണ്ട്. 3 പ്രാവശ്യം തമ്മിൽ ഗുണിക്കണം. അതാണ് ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ ഞാനിവിടെ ജസ്റ്റ് ഈ ഒരു പോർഷൻ ഞാൻ എന്ത് ചോദിച്ചാൽ മെല്ലെ ജസ്റ്റ് ഇൻറ്റു 21/20 ഇൻറ്റു 21/20 ഇങ്ങനെ എഴുതി വെച്ചു. ഇങ്ങനെ എഴുതി വെക്കുമ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ 21 വെച്ച് ഇവിടെ ഡിവൈഡ് ചെയ്ത് നോക്കട്ടോ നിങ്ങൾ. ഇതിനെ തമ്മിൽ നോക്കി. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചത്. 27,783. എനിക്ക് സ്പേസ് ഇവിടെ കുറവായിട്ടുണ്ടാവും. ഞാൻ 27 വെച്ച് കഴിച്ചു നോക്കി. 21 ആട്ടോ വെച്ചിട്ട്. ഈ 21 ഇങ്ങോട്ട് വരുമ്പോൾ നോക്കി ഇതൊക്കെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതിലൊരു സംഭവം ഞാൻ വേണമെങ്കിൽ പറഞ്ഞാൽ 27 സ്പേസ് കുറവാണ്. 27,783 ഇൻറ്റു 20 ഇൻറ്റു 20 ഇൻറ്റു 20 താഴെയുള്ള 20 പോയി ഹോൾ ഡിവൈഡ് ബൈ 21 ഇൻറ്റു 21 ഇൻറ്റു 21. അപ്പോൾ നിങ്ങളിത് ഇങ്ങനെ എഴുതരുത് ഒരിക്കലും. സ്റ്റെപ്പ് നോക്കി ഈ 21 ഇങ്ങനെ എഴുതുന്നതിന് പകരം ഇവിടെ ഹരിക്കുക. അതാണ് ഞാൻ ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ എഴുതുന്നത് കുറയ്ക്കുക. അതിന് വേണ്ടി ഞാൻ എന്ത് ചോദിച്ചാൽ ഈ 21 വെച്ചിട്ട് ഇവിടെ എല്ലാത്തിനും ഈ നമ്പർ 27,753 ഡിവൈഡ് ചെയ്തു 21 വെച്ചിട്ട്. ഒരു 21 6 67 3 63 ഇവിടെ എന്ത് വരും? ബാക്കി 67 4 67 48 2 42 6 അല്ലേ, 42 വരും. 6 63 വരും. 63 വരും. വീണ്ടും നമുക്കിവിടെ എന്ത് വരും? 1323 വരും. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നമുക്ക് നോക്കണം. നമുക്കിവിടെ 1 ചെയ്യുമ്പോൾ 67 വന്നു. പിന്നെ നമുക്കിവിടെ 63 വന്നു. പിന്നെ നമുക്ക് 42 ആട്ടോ അവിടെ വരിക. ഓക്കെ, 42 തന്നെയാണ്. 48 46 63 വന്നാൽ 3 വരും. ഇത് വീണ്ടും 21 1323 ഡിവൈഡഡ് ബൈ 21 എനിക്ക് വേണ്ടി ചെയ്തിട്ടാണ്. 21 വരുമ്പോൾ തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്നുണ്ടാവുക ഒരു 8 അല്ലേ വരിക. 160 അല്ല, 8 അല്ല, 7 140 വരില്ല, 6 വരും. നോക്കാം നമുക്കിവിടെ. എനിക്ക് ഇവിടെ 63 സംശയമുണ്ട് വരുന്നു. നോക്കുമ്പോൾ ഇവിടെ 6 ശരിക്കും ഇതിൻ്റെ ക്യൂബാട്ടോ. 21ൻ്റെ ക്യൂബാണ് ഇത് ആൻസർ വരിക. അതാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് നോക്കാം. 106 126 6 63. സോ നമുക്കിവിടെ എന്ത് വരും? ഇവിടെ 21 നമുക്കിവിടെ എന്ത് വരും? ഓക്കെ, നമുക്കിവിടെ 6 63 അല്ലേ വരിക. 63 വീണ്ടും ഇവിടെ 63 വരും. 63/21 3 വരും. ഓക്കെ, നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ശരിക്കും 27,783 21 3 പ്രാവശ്യം ഡിവൈഡ് ചെയ്യുമ്പോൾ 3 വരും ഇവിടെ. അതായത് ഈ ഇത് മൊത്തത്തിൽ 3 വരും. ഈ 23 21 ഒക്കെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ
ഇത് കംപ്ലീറ്റ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ബാക്കിയുള്ളത് 3 × 20 × 20 × 20. ശരിക്കും ഇതൊക്കെ ഞാൻ നോട്ടിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും, നമുക്ക് എല്ലാം കൂടി സ്പേസ് കാണിക്കേണ്ടതാണ്. അപ്പോൾ ആൻസർ എന്ത് വരും? 3 × 20 × 20. 20നെ 3 പ്രാവശ്യം ഗുണിക്കുന്ന വരും 2, 4, 8, 3, 24, 3 0 ആയി. അങ്ങനെ ചെയ്താൽ മതി. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദിശ എന്തോ ഇൻവെസ്റ്റ് ചെയ്യും 20,000 രൂപ 9 വർഷം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 33,500 നമ്മുടെ നാട്ടിലെ ഒരു ലേഡിയാണ് കേട്ടോ. ദിശ എന്നൊക്കെ പറയണല്ലേ. ഓക്കെ, ഇൻവെസ്റ്റ് ചെയ്തു 9 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു 20,000 രൂപ. സാധാരണ പലിശ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൊത്തം 33,500 20,000 33,500 എന്ന് പറയുമ്പോൾ പലിശ എത്രയാണ് വരിക? 20,000 33,500 എന്ന് വെച്ചാൽ 13,500 പലിശ കിട്ടി. എന്തിനാണ് പലിശ കിട്ടിയത്? 20,000 രൂപയ്ക്ക് ഒറ്റ 10, 100, 1000, 10,000. ശരിക്കും നമുക്ക് I = PNR/100 ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേറെയും ഷോർട്ട് കട്ടുകളുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് നിങ്ങൾക്ക് കണക്ട് ആവുമോ അറിയില്ല. 20,000ൻ്റെ ശരിക്കും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 9% കണ്ടുവയ്ക്കുന്ന പരിപാടി ഉണ്ട്. തൽക്കാലം തുടക്കട്ടെ. I = PNR/100. നമ്പർ ഓഫ് ഇയേഴ്സ് 9, റേറ്റ് നമുക്കറിയില്ല /100. ഇതും വിജയിക്കുന്ന ആളുകൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ 20,000 എഴുതില്ല, ഞങ്ങൾക്ക് പറയാൻ വേണ്ടി എഴുതുന്നത്. ഇവിടെ ഇവർ ചെയ്യുന്ന ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ. ഈ 0 ഇല്ലാതെ മനസ്സിലാലോചിക്കും. ഞാൻ നോട്ടിൽ എഴുതിയ സമയത്ത്, അതായത് ഞാനിതിൻ്റെ ക്വസ്റ്റ്യൻസ് ഓരോന്നും വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഞാൻ 13,500 ഇവിടെ എഴുതി. ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 അല്ലേ, അതെ, 2 0 ഒഴിവാക്കി ആലോചിച്ചു. 200 × 9 × 6 ഇതാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇനി നിന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ അത്രയും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണുള്ളത്. സോ 2 0 ഞാൻ കളഞ്ഞു. എന്നിട്ട് ഞാൻ നോക്കിയത് 135 2 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 9 നോക്കി 5, 3, 8, 1, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതാണ് മണ്ടന്മാരില്ലെങ്കിൽ നല്ല മണ്ടന്മാരെന്ന് ഉദ്ദേശിച്ചത്. ബാക്കിയുള്ള ചില ആളുകൾ ഇപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ 9 കൊണ്ട് ചെയ്യും. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ ആരും ബ്ലണ്ടർ ചെയ്ത് വെക്കില്ല, പക്ഷേ നമ്മളെ പ്രാക്ടീസ് കുറവുണ്ടപ്പോൾ ചെയ്യും. നമ്മൾ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പിന്നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സമയം ഒരുപാട് പോയി. എത്ര സമയമാണ് പോയത്? ഇവിടെ 9 കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ നമ്മുടെ മൈൻഡിൽ എങ്ങനെ വേണം? അതാണ് നമ്മൾ ഡിവിസിബിലിറ്റി ചെക്ക് നമ്മുടെ വീഡിയോസൊക്കെ ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട്. 5, 3, 8, 1, 9 ഇങ്ങനെ കാണുമ്പോൾ തന്നെ 9 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് മനസ്സിലാവണം. 135/9 ഒരു 9 വേണം. ഇങ്ങനെ ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് കുഴപ്പമില്ല. 135 ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളത്. കാരണം ഒരു 9 ബാക്കി 4, 45, 95, 15, 15/2 ആൻസർ വരും 7.5. ഓക്കെ, ഞാൻ ചെയ്തില്ലല്ലോ, ഇവിടെ ഒന്നും ചെയ്തില്ല. എനിക്ക് വേണമെങ്കിൽ ഇവിടെ നോക്കിയിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ 4, 45 അല്ലേ, 45 വരിക, 1 വരിക, 1, 15, 15/2 അങ്ങനെയും ചെയ്യാം. സ്പീഡിൽ ചെയ്ത് നോക്കിയാൽ 7.5 ആൻസർ വരും. അപ്പം നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. നമുക്കൊരു 6 ക്വസ്റ്റ്യൻ ഉണ്ട് നോക്കാം. നമുക്കിവിടെ പേഴ്സൻറ്റേജിൻ്റെ ക്വസ്റ്റ്യനാണ്. കോസ്റ്റ് പ്രൈസ് 4,350 സെല്ലിംഗ് പ്രൈസ് 5,650. ഫൈൻഡ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. സോ പ്രോഫിറ്റ് കാണാനും നമ്മുടെ മറ്റേ ടെക്നിക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് വർധനവിൻ്റെ ശതമാനം 4,350. അതെല്ലാം ഇതൊക്കെ കണക്റ്റഡ്, എല്ലാം പെർസെൻറ്റേജുമായിട്ട് കണക്റ്റഡ് ആണ്. 4,350 ആണോ ആദ്യമുള്ളത്? അല്ലല്ലോ. 4,350 രൂപയ്ക്ക് വാങ്ങിയല്ലോ കോസ്റ്റ് പ്രൈസ്. 4,350 ആണ്. 5,680 5680. ഇവിടെയും ലാഭശതമാനം കാണാം. ലാഭമാണ് നോക്കി 4,350 വാങ്ങി 5,650 വിറ്റ ലാഭമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസാണ്. എത്ര ശതമാനം വർധനവുണ്ടായി, എത്ര ശതമാനം ലാഭം ഉണ്ടായി, അത് രണ്ടും ഈക്വലോ. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ഇൻക്രീസ് ഇൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് എന്ന് പറയാം. അപ്പോൾ അത് നമുക്ക് പറയണമെങ്കിൽ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ഉണ്ടായതുകൊണ്ട് എളുപ്പമാണ്. 5,650 നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക വെച്ചാൽ, ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു 300 ആണോ 300 5,600 330 സംശയം. നോക്കി കുറയ്ക്കാൻ നിൽക്കരുത്. നമുക്ക് വേണമെങ്കിൽ 330 കുറിച്ച് ആലോചിക്കാം. നമുക്ക് നോക്കാം. റൗണ്ട് ടു സെക്കൻഡ് ഡിജിറ്റ് ഒക്കെ നമുക്ക് പറഞ്ഞിട്ടില്ലേ? ഓക്കെ, 4,300 4,300 1,000 അല്ലേ വരിക? 1,330 അല്ലേ വരിക? നോക്കാം നമുക്കിവിടെ വെറുതെ 1,330 0 8 6 അല്ലേ 1,330. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഒരു ചെറിയ കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ളതാണ്. 1,330 വരിക. 1330. സോ നമുക്കിവിടെ എന്ത് വിളിച്ചാൽ
1330 ഡിവൈഡഡ് ബൈ 4350 ഇൻറ്റു 100. റൗണ്ട് അഡ് ടു സെക്കൻഡ് ഡിജിറ്റ് എന്നൊക്കെ പറഞ്ഞത് ചെയ്ത് നോക്കാൻ വേണ്ടി വരും. വേറെ നമുക്ക് മാർഗ്ഗമൊന്നുമില്ല ഇവിടെ. 10 നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനൊരു എന്ത് ചോദിച്ചാൽ ഈ 435 ഞാൻ എന്ത് ചോദിച്ചാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2 5 10. ഇവിടെ 8 5 45 7 5 35. 1330 ഇരട്ടി വരും 2660 ബൈ 87. 2660 അല്ലേ വരിക? 066 87. ഞാൻ എന്ത് ചോദിച്ചാൽ ഞാൻ ഓപ്ഷൻ കൂടി നോക്കി. ഞാനിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ടിൽ ആദ്യമായിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 256 8 4 നോക്കിയാൽ 40.7 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. ആണോ? 8 4 32 വന്നു. നോക്കി 80 അല്ല, ഇവിടെ 90 എന്ന് വിചാരിക്കുക. 90 ആണെന്ന് വെറുതെ അസ്യൂം ചെയ്യുക. 9 3 27 വരും. അപ്പോൾ ഒരു 30.5 അല്ലെങ്കിൽ 30, എനിക്ക് തോന്നുന്നു 36.8 ആയിരിക്കാൻ സാധ്യത. നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു അസംഷൻ ആണ്. കാരണം അതുള്ള കണക്റ്റ് ആകാൻ പറ്റില്ല. നോക്കാം. നമുക്കിവിടെ 3 7 3 21 ശിഷ്ടം 2 2 2 2 3 24 2 26 നോക്കി 250 വരും. 50 ആണെങ്കിൽ പോവില്ല. 30.6 30.6 തന്നെ ആയിരിക്കും. നോക്കി പോയില്ലെങ്കിൽ ഞാൻ എൻ്റെ ആൻസർ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് മെത്തേഡ് ഉണ്ട് ഇതിൽ. ഞാൻ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ടിൽ ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. സോ നമുക്കിവിടെ ആൻസർ എന്താ വരിക? ഇവിടെ ഓർമ്മ ശരിയാണെങ്കിൽ 30.6 എൻ്റെ ആൻസർ വരിക. നോക്കിയത് കണക്ഷൻ മനസ്സിലായില്ലേ? സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രാജു സോൾഡ് ആൻ ആർട്ടിക്കിൾ 10% ഗെയിൻ. ഇതാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലോ ഇവിടെ അല്ലേ? സോ നമുക്കിവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ആദ്യം ചെയ്ത് നോക്കാം. രാജു ഒരാൾക്ക് 10% ഗെയിനിന് വിറ്റു, രാമു 10% ലോസിന് വിറ്റു. അതാണ് 1485. നോക്കി രാജു ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ കയ്യിൽ ആരുള്ളത്? രാജു ഉണ്ട്. രാജു ഒരു പ്രൊഡക്റ്റ് ആർക്ക് വിറ്റു? ഓക്കെ, രാജു രവിക്ക് 10% ലാഭത്തിന് വിറ്റു. രാജു രവിക്ക് 10% ലാഭത്തിന് വിറ്റു. അത് കഴിഞ്ഞിട്ട് രവി 10% അല്ലേ വീണ്ടും രാമുവിന് വിട്ട്. 3 ആൾക്കാർ അവിടെ നടക്കുന്നത്. അതായത് ആദ്യം നമുക്ക് വില അറിയുന്നത് അവിടെ നിൽക്കട്ടെ. 100 രൂപയുടെ വസ്തുവാന്ന് വിചാരിക്കുക. 100 ആണ് വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് അല്ലേ. 100 ഉണ്ടെങ്കിൽ 10% ലാഭത്തിന് വിറ്റു എന്നല്ലേ പറഞ്ഞത്? രാജു രവിക്ക് 10% ലാഭത്തിന്. രാജു രവിക്ക് 10% ലാഭത്തിനാണ് 110. ഇനി പറഞ്ഞിട്ടുള്ളത് രവി എന്താ പറഞ്ഞിട്ടുള്ളത്? ആ സാധനം 10% നഷ്ടത്തിൽ രാജു വിറ്റു. 10% നഷ്ടം എന്ന് വെച്ചാൽ 110ൻ്റെ 10% 11. 11 കുറച്ചിട്ട് വിറ്റു. 110 11 കുറച്ചാൽ 110 10 കുറച്ചാൽ തന്നെ എത്രയായി? 110 10 കുറച്ചാൽ തന്നെ എത്രയായി? 100ആയി. 100ന് 1% കുറച്ച് ശരിക്കും 99 99. അപ്പോൾ ശരിക്കും എന്താ സംഭവിച്ചു നോക്കിയാൽ 110 11 കുറച്ചില്ലേ? 11 വരിക. അതെ, 110 11 കുറച്ചു. 110 10 കുറച്ചാൽ 100 വരും. 1 കുറച്ചാൽ 199 വന്നു 90. അപ്പോൾ ശരിക്കും 1% ലോസ് അല്ലേ സംഭവിച്ചത്? 1% ലോസാണ് ഇവിടെ സംഭവിച്ചത്. നമുക്കിവിടെ ക്വസ്റ്റ്യൻ കൂടി വായിച്ചു നോക്കാം. രാമുവിന് 1485 നൽകിയാൽ രാജു രവിക്ക് വിറ്റ വില എത്രയാണ്? രാജു രവിക്ക് വിറ്റത് 110%. നമുക്ക് കണ്ടുപിടിക്കണം 110% എത്ര. രാജു രവിക്ക് വിറ്റത് 110%. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ലോജിക്ക് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ 1% ലോസ് എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ അവസാനത്തത്. അപ്പോൾ രാമു ആ വസ്തു വാങ്ങിയത് നോക്കി രാജു സോൾഡ് ആർട്ടിക്കിൾ രവി സോൾഡ് ടു രാമു 10%. രാമു പെയ്ഡ് നോക്കി രാമു പെയ്ഡാണ്. ഇതിലെ ക്വസ്റ്റ്യനിൽ മലയാളത്തിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. രാമു രവിക്ക് 1000. രാമു രവിക്കല്ല, രവി രാമുവിന് വിറ്റാലോ. നോക്കി രാമു പെയ്ഡ് 1485 ടു രവി എന്നാണ് പറഞ്ഞത്. ശരിക്കും രാമു വാങ്ങിയത് 1400. ഇതിൻ്റെ മലയാളം ഇംഗ്ലീഷിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഒരു പ്രശ്നമുണ്ട്. രാമു രവിക്ക് 1485 കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ സംഭവം ഈ 99% 1485. നമ്മോട് ചോദിച്ചത് ഫൈൻഡ് 110% ചോദിച്ചിട്ടുള്ളത്.
ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. ഒരാൾ 100% 110% കൂട്ടി 10% കുറച്ച് 99. ഈ 99 വിറ്റ സംഭവം 1985 110% എത്ര ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്കിവിടെ. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1485 ഡിവൈഡഡ് ബൈ ഇൻറ്റു 110 അല്ലേ, ഇൻറ്റു 110 ഡിവൈഡഡ് ബൈ 99. ഇവിടെ നമുക്ക് 9 വരും. ഇവിടെ 11 അല്ലേ, ഒരു 11 9 99. ഇവിടെ 10 100 ഇല്ലേ. ഇവിടെ നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റേണ്ടതാണ്, അല്ലെങ്കിൽ നമുക്കിവിടെ ആൻസർ കിട്ടില്ല. നമുക്കിവിടെ നോക്കാം, നമുക്കിവിടെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. 4 5 കിട്ടും, 13 5 18 9 പറ്റും. നമുക്കിവിടെ 9 ചെയ്യുമ്പോൾ ഇതൊരു 9 ബാക്കി 5 58 9 54 54 ബാക്കി 4 45 95 1650 ഉണ്ട്. ഇതാണ് എൻ്റെ ആൻസർ. ഈ ക്വസ്റ്റിൻ്റെ ഇംഗ്ലീഷ് മലയാളത്തേക്ക് മാറ്റി നോക്കി നോക്കി. രാമു രവിക്ക് ആയിട്ട് നൽകിയാൽ എന്നാണ് പറഞ്ഞത്. രാമു രവിക്ക് ഓക്കെ. അപ്പോൾ സംഭവം മലയാളം ശരി തന്നെയാണ്. ഞാൻ വെറുതെ നമ്മുടെ മലയാളത്തിനെ തെറ്റിച്ചു. നോക്കി ക്വസ്റ്റ്യൻ നമുക്കിവിടെ നോക്കാം. A and B can do a piece of work in ഞാൻ ചോദിച്ചിട്ടുള്ളത് 4 days. B, C same job in 5 days. A and C 10 days. A, B, C together can do എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കിവിടെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. A and B നമുക്കിവിടെ നോക്കാം കേട്ടോ. സോ A and B ഉണ്ട്. എത്ര ദിവസം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്? 4 days. സോ B and C ഉണ്ട്. എത്രയുള്ളത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്? ബി സി 5 ദിവസം അല്ലേ, 5 ദിവസം. എയും സിയും കൂടി എത്ര ദിവസം കൊണ്ട്? സോ എ ആൻഡ് സി അതേ ജോലി ചെയ്യാൻ നോക്കി 10 ദിവസമല്ലേ ഉള്ളത്. 4 5 10 ഉള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണ്. ഇവിടെ 4 5 10. ഞാനിവിടെ എന്തെടുത്തു വെച്ചാൽ LCM ഫസ്റ്റ് എടുത്തു വെച്ചു. LCM ഓഫ് ബോത്ത് ദീസ് നമ്പർ 4 5 10ൻ്റെ LCM എത്ര വരും? LCM എന്തിനാ എടുക്കുന്നത്? ഇതാണ് ടോട്ടൽ വർക്ക്, ആകെ ചെയ്യുന്ന ജോലി. ഇതാണ് ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞതാണ് ആകെ ചെയ്യുന്ന ജോലി. ടോട്ടൽ വർക്ക് ഡൺ 4 5 10ൻ്റെ LCM. ശരിക്കും 10 5ൻ്റെ LCM 10 തന്നെ. 10ൻ്റെ 4ൻ്റെ LCM കണ്ടുപിടിച്ചാൽ മതി. 10ൻ്റെ 4ൻ്റെ LCM 20 വരിക. നോക്കി 20 20 വരിക LCM. ഇവിടെ 20 LCM കിട്ടിക്കഴിഞ്ഞത് എങ്ങനെ കിട്ടി നമ്മൾ LCMൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ 20 LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയല്ല, കണ്ണിൽ കൂടി അടിയാണ്. അപ്പോൾ സോ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് കരഞ്ഞു പോയില്ല, നമ്മൾ അങ്ങനെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ലത്. ഇത് നമ്മൾ ചില സാങ്കേതിക കാരണങ്ങളാണ്. പിന്നെ ഇവിടെ ഒരുപാട് ലൈറ്റാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എന്തായാലും അവിടെ നിൽക്കട്ടെ. നമുക്ക് LCM കിട്ടി, ടോട്ടൽ വർക്ക് ഡൺ നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഓരോ ആളുകളും ഒരു ദിവസം 1 day വർക്ക് കണ്ടുപിടിക്കുക. എഫിഷ്യൻസി 1 day വർക്ക് വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 4 5 10ൻ്റെ LCM 20 തർക്കമില്ല. കാരണം 4 5 10 എടുത്താൽ 20 തന്നെയാണ്. ഇനി എയും ബിയും കൂടി 4 ദിവസം കൊണ്ട് 20 ചെയ്യും. എയും ബിയും കൂടി 4 ദിവസം കൊണ്ട് 20 ചെയ്യുന്നു വെച്ചാൽ ഒരു ദിവസം 5 പണിയെടുക്കും. ഇവിടെ 20 റൂം ഉണ്ടെന്ന് വിചാരിക്കുക. എയും ബിയും കൂടി ഒരു ദിവസം 4 റൂം ചെയ്യുന്നുണ്ടെങ്കിൽ 5 ദിവസം കൊണ്ട് 20 റൂം ആവുള്ളൂ. അങ്ങനെയാണ് 1 day വർക്ക് കണ്ടുപിടിക്കുക. ബിയും സിയും കൂടി 5 ദിവസം കൊണ്ട് 20 റൂമിൻ്റെ പണിയെടുക്കുമെങ്കിൽ ഒരു ദിവസം 4 റൂമിൻ്റെ പണിയെടുക്കും. ഒരു ദിവസം 4 റൂം തീർക്കും. സോ എയും സിയും കൂടി ഒരു ദിവസം 10 2 ദിവസം കൊണ്ട് 20. ഒരു ദിവസം 10 റൂം തീർക്കെങ്കിൽ 2 ദിവസം കൊണ്ട് 20 റൂമിൻ്റെ പെയിൻ്റ് അടിക്കുക അല്ലെങ്കിൽ ബിൽഡിങ് തീർക്കുക എന്തായാലും. അപ്പോൾ എയും ബിയും സി ഇങ്ങനെയുള്ളത് ടോട്ടൽ നമ്മൾ പ്ലസ് ചെയ്യും. എന്തിനാണ് ടോട്ടൽ പ്ലസ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത? ഇതിൽ 2 A വരുന്നുണ്ടെങ്കിൽ 2 B വരുന്നുണ്ട്, 2 C വരുന്നുണ്ട്. അപ്പോൾ 2 Aയും 2 Bയും 2 Cയും വരുന്നുണ്ട്. അതാണ് ഈ ഒരു സംഭവം. എന്താണ് 5 4 9 2 11. 11 2 Aയും 2 Bയും 2 Cയും. അപ്പോൾ എയും ബിയും സിയും മാത്രമുള്ള ചോദിച്ചാൽ എന്തായി? 11/2 വരും. അപ്പോൾ 11/2 എത്ര ദിവസം കൊണ്ട് എന്നല്ലേ ചോദിച്ചു? എയും ബിയും സിയും കൂടി എത്ര ദിവസം കൊണ്ട് 20 ആവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ശരിക്കും നോക്കി ഇവിടെ ഒരു 10 കിട്ടുമെന്ന് വിചാരിക്കും. 5 4 9 1 10 ആണെങ്കിൽ ഇവർ 3 പേരും കൂടി നോക്കി ഈ സംഭവം നിങ്ങൾ മനസ്സിലാവും. ഇത് 10 ആയിരുന്നു എന്ന് വെറുതെ അസ്യൂം ചെയ്യാം. ഉത്തരത്തിലേക്ക് എത്താനുള്ള ലോജിക്കാണ് ഞാൻ പറയുന്നത്. എയും ബിയും സിയും കൂടി ഒരു ദിവസം 10 പണി എടുക്കുന്നത്, എയും ബിയും സിയും കൂടി ആയിട്ട് ഒരു ദിവസം 10 എടുക്കുന്നുണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് 20 ആവും? 2 ദിവസം കൊണ്ട്. എയും ബിയും സിയും കൂടി ഒരു ദിവസം 10 റൂമിൻ്റെ പണി എടുക്കുന്നുണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് 20 റൂമിൻ്റെ എത്ര ദിവസം കൊണ്ട് 20 റൂം പണി എടുക്കുന്നത്? 2 ദിവസം. അപ്പോൾ ഇവിടെ കിട്ടുന്നത് എയും ബിയും സിയും 2 Aയും 2 Bയും 2 Cയും 11. ഒരു എയും ഒരു ബിയും ഒരു സി എന്ന് പറയുന്നത് 11/2.
ഇൻറ്റു എത്ര ചെയ്യുമ്പോൾ 20 ആവും. സോ 20 × 2/11 ആൻസർ വരിക. ഞാൻ എൻ്റെ ഒരു ഓപ്ഷൻസ് നോട്ടെ, വർക്ക് ആൻഡ് ടൈമിൻ്റെ. സോ എത്രാമത്തെ ക്വസ്റ്റ്യൻ നോട്ടത് ഇവിടെ കൂടെ. സോ ക്വസ്റ്റ്യൻ ടൈം, അതെ, ക്വസ്റ്റ്യൻ ടൈം എന്ന് പറയുന്നത് 20/11 തന്നെയാണ് ഇതിൻ്റെ ആൻസർ. 3 ഓപ്ഷൻ കൊടുത്തുള്ളത് 3, 7/11. 7/11 തന്നെയുള്ളത്. 20/11 കേട്ടോ, 40/11 അല്ലേ. നമ്മൾ ചെയ്തൊക്കെ ശരി തന്നെയാണ്. 20 × 2 40/11, അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. 33, 7, 40/11 ഇത്രയാണുള്ളത്. നമ്മളൊരു കോംപ്രിഹെൻസീവായിട്ട് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ വളരെ പെട്ടെന്ന് സ്പീഡിൽ ചെറപ്പറ ഒഴിച്ചിട്ട് പോവാം. പക്ഷെ നിങ്ങളെ ലൈക്സും സപ്പോർട്ടും ആവശ്യമാണ്. അടുത്ത വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? സോ വിജയിച്ച ആളുകളുടെ കൂടെ നിങ്ങൾക്ക് പഠിക്കാം. അതാണ് നമ്മുടെ ചാനലിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നിങ്ങളെപ്പോലെ തന്നെ ഒരു സമയത്ത് ഇതൊക്കെ കണ്ട് കൺഫ്യൂഷനായി തള്ളി നിന്നിട്ടുള്ള ആളാണ്. പക്ഷേ പ്രാക്ടീസ് കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ക്ലിയർ ചെയ്ത് വന്നിട്ടുള്ളത്. സോ അത് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചാനൽ, ടെലിഗ്രാം ചാനൽ EduOn RRB എന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കുക, അതിലുണ്ടാവും. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.